തന്തൂറിന്റെ അടുപ്പിന്റെ അടുത്തോട്ട് വന്നേക്ക്. ഇപ്പൊ നമ്മൾ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബട്ടർ നാൻ ചെയ്യാൻ പോകുന്നത്. ബട്ടർ നാൻ ഇത് ഏറ്റവും ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഏറ്റവും കൂടുതലായി കോമ്പിനേഷൻ ആയിട്ട് പോകുന്നതാണല്ലേ ഒരു ഐറ്റംസ് ആണ്. അതിന് കൂടെ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ്. നമുക്ക് ജനങ്ങളുടെ ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ എന്തായാലും ഉണ്ടാക്കുന്ന അദ്ദേഹമായിരിക്കും. പേരെന്താണ്? മുഹമ്മദ് അക്രം. ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പൊറോട്ട അടിച്ച പൊറോട്ട അല്ല. അപ്പൊ ആദ്യത്തെ ഏകദേശം ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആ ഒരെണ്ണം ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്താ വാർണിഷ് അടിക്കാൻ വേണ്ടി വെച്ചാണ് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാനല്ലേ? ചുമ്മാ ചിക്കനിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. നോക്കി എന്ത് രസം തരാവോ? നോക്കി എന്ത് രസം എന്താ അങ്ങനെ നാനും ആയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ നാനാണ്. സ്പ്രെഡ് ചെയ്യുമ്പോൾ ബട്ടർ നാനായി. അപ്പോൾ വെറുതെ സ്പ്രെഡ് ചെയ്യണം. നമുക്ക് ഇങ്ങനത്തെ നാനിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഇത് നമ്മുടെ നാനായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ തന്തൂർ റൊട്ടി. നാനില് മൈദയാണ്, റൊട്ടിയിൽ വീറ്റാണ്, ഗോതമ്പാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളത് അദ്ദേഹം അവിടെ അരിയാൻ പോകുന്നുണ്ട്, അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്തൂർ റൊട്ടി ചെയ്യാൻ പോവാം. നമ്മള് ശരിക്കും കുഴച്ച് വെച്ച ചപ്പാത്തി പരുവ കുഴച്ച് വെച്ചേക്കണോ? അതുപോലെ കുഴച്ച് വെക്കുന്നതാണ്. ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ചനുസരിച്ചിട്ട് നമ്മൾ അത് ഇതാക്കി പേടാക്കും. ഇതിലേക്ക് പേടാന്നാ പറയാ. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് അത് പരത്തി ഒന്ന് അതിലേക്ക് ഇതാണ്. നമുക്ക് പരത്തിക്കോളൂ. ഇതിങ്ങനെ എന്തോ കൈകൊണ്ട് പ്രസ് ചെയ്ത് എടുത്തിട്ട് അത് നല്ലോണം അങ്ങനെ ഇടുവാണ്. എത്തോ ഇതര ഇങ്ങനെ കാണിക്കുമ്പോഴാണോ വലുതാവണേ? തന്തൂർ റൊട്ടി കറക്റ്റ് ഒരു ചപ്പാത്തി. നമ്മള് സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് പരത്ത് വരുന്നത്. ഇത് പക്ഷെ പരത്തിയിട്ടില്ല. നോക്കി കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത് എവിടെ അവിടെ ഉണ്ടല്ലോ. ശരിക്കും വീട്ടിലൊക്കെ നമ്മള് മറ്റേ ചപ്പാത്തി പരത്തിക്കൊണ്ട് പരത്തി എടുക്കണം. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ വെറുതെ ടിങ് 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 കാണിച്ചപ്പോഴത്തേക്ക് സാധനം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് പോകട്ടെ. തീർച്ചയായിട്ടും ചപ്പാത്തി നെയ് തന്തൂരി ഇത് ഇട്ടിട്ട് ഇതിട്ടിട്ട് എന്തെങ്കിലും ആഡ് ജസ്റ്റ് ഓയിൽ മസ്റ്റർഡ് ഓയിലാണ്. മസ്റ്റർഡ് ഓയിൽ ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണോ അല്ലേ? അതെ. എന്നിട്ട് കൈ കൊണ്ട് തട്ടിയാൽ മതി. ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ നല്ലോണം വീശി അടിക്കുക. അങ്ങനെ ഇത് നിങ്ങളുടെ ആ സൈസിൽ തന്നെ ആയിട്ടുള്ളൂ. നോക്കാം. ദൈവമേ എന്താവോ എന്തോ. വെറൈറ്റി ഉണ്ട് കണ്ടില്ലേ? സൂപ്പറാണ്. ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെങ്കിലും ആവണം. ആയില്ല ആയി റെഡി ആയി. എന്താ നമ്മളുണ്ടാക്കിയ സാധനം കണ്ട പക്ഷല്ലേ? അമ്മേ വെച്ചോ, ചൂടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്തത് ചിക്കൻ ആക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തന്തൂരി എടുക്കാം. അപ്പൊ എന്തായാലും ഒരു ചിക്കൻ നമുക്ക് ഒരു വർഷം ചിക്കൻ എടുത്ത് തന്തൂരി എടുക്കാം. ഏതാ തൂ സെലക്കറോ? അപ്പൊ നമ്മൾ അടുത്ത പറഞ്ഞ തന്തൂരി എടുക്കാൻ പോവാണ്. അവിടെ നമുക്ക് ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാവോ? നമ്മൾ അപ്പൊ ഇതിൽ നിന്നും പിടിച്ചേ ഇതിൽ നിന്നും ഒരു പീസ് ചിക്കൻ എടുത്ത് ഇപ്പൊ തന്തൂരി ചെയ്യാൻ പോവാണ്. ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്യാൻ പോവാണ്. ചെയ്യാം. ഡാലോ ഇത് ഹാഫ് കുക്ക്ഡ് ചിക്കൻ ആണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ ഓർഡർ വരുന്നതനുസരിച്ചിട്ട് അത് ഒന്നും കൂടി ഫുൾ ഡൺ ചെയ്തിട്ട് കൊടുക്കലാണ്. ഇതിപ്പോ നമ്മൾ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ചൂട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള മസ്റ്റർഡ് ഓയിലാണ്. ഇത് നമ്മൾ മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് ഓൾറെഡി ഹാഫ് ബോയിൽഡ് സാധനമാണ്. ഒന്ന് ചെറുതായിട്ട് തന്തൂരി ചെയ്ത് വെച്ചേക്കുവാണ്. ബാക്കി ഓർഡർ അനുസരിച്ച് നമ്മൾ ഒന്നും കൂടി കുക്ക്ഡ് ആക്കി കൊടുക്കും. ഓക്കെ പതുക്കെ മെല്ലെ
കാരണം ഇവർക്ക് ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമില്ല ഇവിടെ കയ്യിൽ ശീലം എന്ന് പറഞ്ഞാൽ ശരിക്കും തിരക്കുടിച്ച് ആൾക്കാർ വരുമ്പോൾ ഓർഡർ വന്നുകൊണ്ടിരിക്കല്ലേ, പെട്ടെന്ന് തിരക്കുടിച്ച് ഉണ്ടാക്കിയിട്ട് അവർക്ക് പതുക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യാവസ്ഥ. നമുക്ക് തന്തൂറിൽ വെച്ചേക്കുന്നുണ്ടോ? ഇത് ജസ്റ്റ് ആവണേ നമ്മുടെ ക്രിസ്പി ചിക്കൻ ആയിട്ടുണ്ടാവും. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടാവും. ചിക്കൻ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോ ചിക്കൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നേക്കാണ്. മറന്നുപോയി ഇതിന്റെ കാര്യം. ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. ഓൾറെഡി കുക്ക് ആയിട്ടുണ്ടാവും. അത് ഇതിന്റെ എയർ പുറത്തോട്ട് പോകാൻ പ്രഷർ ഉണ്ടാവും. അതിൽ ഫയർ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോഴേ സീൻ കോൺട്ര ചിക്കൻ നമ്മുടെ ലെഗ്. നമ്മുടെ ഹാഫ് ചിക്കൻ ആണ്. ഹാഫ് ചിക്കന്റെ 4 പീസസ് ആണ്. അത് ലെഗ്, തൈ, ചെസ്റ്റ്, വിങ്, ഈ 4 പീസും കൂടിയിട്ടുള്ള നമുക്ക് ഇതിന്റെ പാതി കഴിയുമ്പോൾ തന്നെ വയറിറങ്ങി. നിങ്ങളുടെ കാര്യം ഉദ്ദേശം എന്റെ കാര്യമില്ല, എനിക്ക് ഫുള്ള് വേണം. ഇതിന്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ മയോണൈസ് സോസും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ചിട്ട് ഉദ്ദേശിക്കുന്ന ഗാർലിക് പേസ്റ്റ് ആണ്. ഗാർലിക് പേസ്റ്റ് ആണ് എന്റെ ഒപ്പം കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ തന്തൂരി ചിക്കൻ തന്തൂരിലേക്ക് പോയി. ഇതാണ് ഇതിന്റെ കൂടെ ഒരു റൈസും ഒപ്പം ഗാർലിക് പേസ്റ്റും മയോണൈസും. എന്തായാലും ഇങ്ങോട്ട് വെച്ച് നമുക്ക് ഓടിപ്പോകാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ തന്തൂരി ഇവിടെ അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് ഓടി എത്തിയേക്കുവാണ്. തന്തൂരി എന്താവോ എന്തോ. തന്തൂരി ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുണ്ട്. തന്തൂരി ആയിട്ട് ശരിക്കും എന്തൊക്കെ മസാലയാണ് ഇതിനകത്ത് ചേർത്തേക്കണേ? അതായത് ഗരം മസാല ഐറ്റംസ്, ഏലക്ക, പട്ട, ഗ്രാമ്പ്, പിന്നെ ജീര പൗഡർ, ചില്ലി പൗഡർ, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കേർഡിൽ കൂടിയാണ് അതിന് മാരിനേഷൻ ചെയ്യുന്നത്. തൈര് യൂസ് ചെയ്തിട്ടാണ് മാരിനേഷൻ ചെയ്യുന്നത് ഇതിനകത്ത്. അത് ചെയ്തിട്ട് നമ്മളൊരു 4 hours അതിന് മാരിനേഷൻ അതിൽ ചിക്കനിലോട്ട് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും. ചില്ലറിൽ വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചില്ലറിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ചില്ലറിൽ വെക്കുന്ന ഒന്നാമത്തെ പുറത്ത് ഹീറ്റ് കൊണ്ട് ചിക്കൻ കേടാവും. പിന്നെ ചില്ലറിൽ വെക്കുന്നത് കൊണ്ട് അതിൽ കുറച്ചുകൂടി ഒബ്സർവേഷൻ കൂടും. ചിക്കൻ ഈ മാരിനേഷൻ ചെയ്ത വലിഞ്ഞിരിക്കും. അതാണ് അതിന്റെ ഗുട്ടൻസ്. പിന്നെ നമ്മൾ അടുത്തത് എന്താണ്? ഇവിടെയാണോ അതോ വേറെ ചൈനീസും നോർത്ത് ഇന്ത്യൻ? എന്തായാലും ഇത്ര ആയതല്ലേ, ഇനിയിപ്പോ ചൈനീസും നോർത്ത് ഇന്ത്യൻ കൂടെ നോക്കിയേക്കാം. അങ്ങോട്ട് പോകാം.